നമസ്കാരം. കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയിൽ, അതായത് ഞായറാഴ്ച പുലർച്ചെ 12:15 പാലക്കാട് ഹോട്ടലിൽ നിന്നും ഒരു ഭീകരനെ പിടികൂടുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് പോയി പിടികൂടുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അതീവ രഹസ്യമായി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ആ അറസ്റ്റ്. ഏത് കേസിലാണ് അറസ്റ്റിലായത് എന്ന് പോലും രാഹുലിനോ കൂട്ടുകാർക്കോ അറിയാമായിരുന്നില്ല. രാഹുലുമായി പോലീസ് നേരെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് ജയിലിൽ അടച്ചു. സോഷ്യൽ മീഡിയയും ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചു. ഞായറാഴ്ച രാഹുൽ വിരുദ്ധ തരംഗമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. രാഹുലിന്റെ ശത്രുക്കൾ കൂലിക്ക് വെച്ചതാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ഇടത് ബുദ്ധിജീവികളും BJPക്കാരും നിഷ്പക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സും മാധ്യമ പ്രവർത്തകരും ചാനലുകളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചു. അന്നു മുതൽ ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ചാനലുകളുടെ ചർച്ച. പെൺവേട്ടക്കാരൻ, വേട്ടമൃഗം, ക്രൂരനായ ലൈംഗിക രോഗി എന്നൊക്കെ വിശേഷിപ്പിച്ച് അവർ രാഹുലിനെതിരെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും മറുഭാഗം പറഞ്ഞാൽ ഉടൻ തന്നെ അവരെ പിന്തിരിപ്പരാക്കുന്നു. രാഹുലിനെ അനുകൂലിക്കാൻ കോൺഗ്രസുകാർക്ക് പോലും ഭയമുണ്ടായ സാഹചര്യം. രാഹുൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അധാർമികതയാണ് കാണിച്ചത് എന്ന് പറയുമ്പോഴും രാഹുലിനെ വേട്ടയാടിയതും നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തതും കോടതിയുടെ സംരക്ഷണയിലുള്ള രാഹുലിനെ ഭീകരനെ പിടികൂടുന്നത് പോലെ അർദ്ധരാത്രിയിൽ പിടികൂടി പൊതുജനങ്ങൾക്കിടയിൽ പ്രദർശന വസ്തുവാക്കി ജയിലിൽ അടച്ചതും ഇപ്പോഴും കൊണ്ടു നടക്കുന്നതും ചീമുട്ടയെറിയുന്നതുമൊക്കെ ജനാധിപത്യത്തിന്റെ പരാജയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇക്കാര്യം നിർഭയം പറയുകയും ചെയ്തു. അങ്ങനെ പറയുന്നവർ പിന്തിരിപ്പന്മാരാണ് എന്ന തരത്തിലാണ് ഇവിടെ പ്രചരണം നടക്കുന്നത്. എന്നാൽ പതിയെ പതിയെ സ്ഥിതിഗതികൾ മാറുകയായിരുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് താമസിക്കുന്ന യുവതിയുടെ പരാതി പുറത്തു വരികയും എങ്ങനെയാണ് പീഡനം നടത്തിയത് എന്ന് പറയുകയും ഒക്കെ ചെയ്തതോടെ യുവതിക്കെതിരായി പ്രതികരിക്കുന്നവരുടെ എണ്ണം കൂടി വന്നു. തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിച്ചു വരുത്തിയത് എന്ന് അവർ അവരുടെ പരാതിയിൽ പറഞ്ഞത് തന്നെ അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പൊടുന്നനെയാണ് സോഷ്യൽ മീഡിയയിൽ മാറ്റം കണ്ടു തുടങ്ങിയത്. തിങ്കളാഴ്ച ആയപ്പോഴേക്കും രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. പതിയെ പതിയെ രാഹുലിനെ തെറി വിളിക്കുന്നവർ നിശബ്ദരാവുകയും രാഹുലിനെ വേട്ടയാടി എന്ന ചിന്താഗതിക്കാരുടെ എണ്ണം പെരുകുകയും ചെയ്തു. നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ലക്ഷ്യം രാഹുലല്ല UDFന്റെ വിജയമാണ് എന്ന് പറഞ്ഞ് പതിയെ പതിയെ രംഗത്ത് വന്നു. രാഹുലിനോട് താല്പര്യമില്ലാത്ത ഡോക്ടർ ജിൻഡോ ജോണിനെ പോലുള്ളവർ പോലും രാഹുലിനെ വേട്ടയാടിയ രീതിക്കെതിരെ, ഇതിന്റെ രാഷ്ട്രീയത്തിനെതിരെ, ഇത് വെച്ച് ചായ കുടിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന പിണറായിക്കെതിരെ രംഗത്ത് വന്നു. പതിയെ പതിയെ അത്ഭുതമാണ് സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിലെ ഒരുമാതിരിപ്പെട്ട സകലരും രാഹുലിന് അനുകൂലമായി. ഇന്ന് രാഹുലിനെതിരെ ഒരു ചർച്ച ഏതെങ്കിലും ഒരു ചാനലിൽ വന്നാൽ അതിന്റെ യൂട്യൂബിലെയോ ഫേസ്ബുക്കിലെയോ പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കുക. രാഹുലിനെ പിന്തുണയ്ക്കുന്നവരാണ് എല്ലാവരും. രാഹുലിനെ തെറി വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാവരും പച്ചയ്ക്ക് തെറി വിളിക്കുന്നു. ഇവിടെയാണ് നമ്മൾ CPMന്റെ വൈദഗ്ധ്യം തിരിച്ചറിയേണ്ടത്. CPMകാർ പതിയെ സ്കൂട്ടായി. രാഹുലിനെ തെറി പറയാനും ചീമുട്ടയെറിയാനും രംഗത്തിറങ്ങിയ CPMകാർ സോഷ്യൽ മീഡിയയിൽ നിശബ്ദത പാലിക്കുന്നത് ഇപ്പോൾ കാണാം. അവരിപ്പോൾ വാജിവാഹനത്തിന് പിന്നാലെയാണ്. ശബരിമലയിലെ കൊടിമരം 2017 ഇളക്കി മാറ്റി അതിലുള്ള വാജിവാഹനം തന്ത്രി കൊണ്ടുപോയത് കോൺഗ്രസ് ഭരണകാലത്താണ് എന്നതിനെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നു. ആ വാജിവാഹനം നഷ്ടപ്പെട്ടിട്ടില്ല, അതെവിടെയുണ്ട്. അത് തന്ത്രി തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടും എടുത്തില്ല. ഇതിന്റെ ലക്ഷ്യം കോൺഗ്രസിന്റെ തലയിൽ എന്തെങ്കിലും വയ്ക്കാനാണ്. 2019 വിജയ് മല്യ പൊതിഞ്ഞു വെച്ച മുഴുവൻ സ്വർണവും അടിച്ചു മാറ്റി ജയിലിൽ കിടക്കുന്ന CPMകാർ ഒരു വാജിവാഹനം തന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോയാൽ പണി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞാണ്. അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ശക്തി പ്രാപിച്ചു. ജാമ്യം കിട്ടി പുറത്തു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയി സ്വതന്ത്രനായി മത്സരിച്ചാൽ ജയിക്കുന്ന സാഹചര്യമാണ് ഇവരെല്ലാം കൂടി രൂപപ്പെടുത്തിയെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം സർക്കാരിന് തലവേദന ഉണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലിറക്കി സമരം നടത്തുകയും അതിന്റെ പേരിൽ സർക്കാരിന് അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്തത് തന്നെയാണ് ഈ വേട്ടയുടെ കാരണം എന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നു. രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ആളുകൾക്ക് സംശയമുണ്ട്. ഇത് തന്നെയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. രാഹുൽ ചാനൽ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നതോടെ CPMനെതിരെ ആഞ്ഞടിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം രൂപപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിയത് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം അനുദിനം പെരുകി വരുന്നു. രാഹുലിനെതിരെയുള്ള വികാരം ശക്തിപ്പെട്ടപ്പോൾ CPM എടുത്ത അടവ് വിചിത്രമായിരുന്നു. രാഹുലിനെ പിന്തുണയ്ക്കുന്നവരെ
കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക. രാഹുലിനെ ആരെങ്കിലും പിന്തുണച്ചാൽ, ആരെങ്കിലും മറുഭാഗം പറഞ്ഞാൽ അവർക്കെതിരെ പോലീസ് ഭീഷണി മുഴക്കുന്നു. ആ ഭീഷണിക്ക് ആദ്യം ഇരയായത് രാഹുലിന്റെ ഉറ്റ ചങ്ങാതിയായ ഫെനി നൈനാനാണ്. ഫെനി നൈനാൻ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. പോസ്റ്റിൽ അതിജീവിതയെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അപ്പോഴേക്കും ഫെനിക്കെതിരെ വേട്ടപ്പട്ടികൾ ചാടിയിറങ്ങി. വെറുതെ പറയുന്നതാണ് എന്നായിരുന്നു അവരുടെ ആരോപണം. പിറ്റേന്ന് ഫെനി, അതിജീവിതയും ഫെനിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സുരക്ഷിതമായ ഭാഗങ്ങൾ പുറത്തുവിടുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ, അവരെ അധിക്ഷേപിക്കാതെ അവരും ഫെനി നൈനാനും തമ്മിലുള്ള ചില വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവിടുന്നു. ഇത് പുറത്തു വന്നതോടെ പൂർണ്ണ പിന്തുണ രാഹുലിനായി മാറുന്നു. ഫെനി ചോദിക്കുന്നു, ഞാൻ പുറത്തുവിട്ട സുരക്ഷിതമായ ചാറ്റുകൾ കേസിന് കാരണമാകുമെങ്കിൽ യുവതിയുടേതായി മുമ്പ് പുറത്തു വന്ന ചാറ്റുകൾ, അത് ചാനലുകളാണ് പുറത്തുവിട്ടത്, അതിന്റെ പേരിൽ കേസെടുക്കട്ടെ എന്ന്. ഇങ്ങനെ തന്റെ അടുത്തോടുകൂടി ഫെനി രംഗത്ത് വരികയും നെഞ്ചു വിരിച്ച് നടക്കുകയും ചെയ്തതോടെ പോലീസ് പതിയിരുന്ന് അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ തീരുമാനിക്കുന്നു. രാത്രിയിലായിരുന്നു ഫെനിക്കെതിരെ എഫ്ഐആർ ഇട്ടത്. പക്ഷെ പോലീസിന്റെ അതിവേഗ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഫെനി നേരെ പോയത് ഹൈക്കോടതിയിലേക്ക്. സെഷൻസ് കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തതിന് ശേഷമാണ് പൊതുവെ ഹൈക്കോടതിയിൽ പോവാറുള്ളത്. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് പകരം എഫ്ഐആർ നിലനിൽക്കില്ല, അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഫെനി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഇന്നലെ തന്നെ ഹൈക്കോടതി പരിഗണിച്ചു. എന്നിട്ട് നിർണായകമായ ഒരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചു. ഈ പോസ്റ്റുകളുടെ പുറത്താണോ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? കോടതി അത്രമാത്രമേ ചോദിച്ചുള്ളൂ. സർക്കാരിന്റെ വിശദീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചു. ആ ഒരൊറ്റ ചോദ്യം പോലീസിനെ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് നോട്ട് അറസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഫെനിയെ പോയി അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ചോർന്നുപോയി. കാരണം ഫെനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന 3 കുറ്റകൃത്യങ്ങൾ BNS 72(1), BNS 79, IT ആക്ടിലെ 67, ഈ 3 കുറ്റകൃത്യങ്ങളും നിലനിൽക്കില്ല. 79 എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ്. ഫെനി അങ്ങനെ ചെയ്തിട്ടില്ല. 72(1) എന്നത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നതാണ്. ഫെനി ചെയ്തിട്ടില്ല. IT ആക്ടിലെ 67 എന്നത് അശ്ലീല സംപ്രേഷണം നടത്തി എന്നതാണ്. ഫെനി അത് ചെയ്തിട്ടില്ല. എന്നിട്ടും ഫെനിയെ നിശബ്ദനാക്കാൻ മാത്രമല്ല, ആരും രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കരുതേ എന്ന തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തി. ഹൈക്കോടതി ഒരൊറ്റ ചോദ്യം കൊണ്ട് അവരെ നിശബ്ദരാക്കി. ഹൈക്കോടതിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലീസിന് പിടികിട്ടിയതുകൊണ്ട് ഇനി തൽക്കാലം നിശബ്ദത പാലിക്കുമായിരിക്കും. രാഹുലിനെതിരെ എന്തു നുണയും പറയാം, ഏത് ചാറ്റും പുറത്തുവിടാം. ആ ചാറ്റുകളിൽ പരാമർശ വിധേയമായിരിക്കുന്നവർ പോലും പ്രതികരിക്കാൻ പാടില്ല. അങ്ങനെ പ്രതികരിച്ചാൽ അപ്പോൾ കേസെടുക്കുമെന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു ഫെനിയെ വിരട്ടാൻ ഇറങ്ങിയത്. പക്ഷേ ആ പരിപ്പ് വെന്തില്ല. അതുകൊണ്ടാണ് രഞ്ജിത പുളിക്കനെ പോയി പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ്സുകാരിയായ രഞ്ജിത പുളിക്കൻ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരന്തരം പോസ്റ്റുകൾ ഇടുന്ന ആളാണ്. ഒന്നാമത്തെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു. അതിന് ജാമ്യമെടുത്തു നിൽക്കുമ്പോഴാണ് മൂന്നാമത്തെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന തരത്തിൽ കേസ് ഉണ്ടാവുന്നത്. ഫെനി നൈനാൻ കൈകാര്യം ചെയ്തതുപോലെ അല്ല രഞ്ജിത പുളിക്കൽ കൈകാര്യം ചെയ്തത്. രഞ്ജിത നേരിട്ട് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇര ആരെ എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പല സൂചനകളോടെയുമാണ് പോസ്റ്റ് ഇട്ടത്. അതുകൊണ്ട് രഞ്ജിതയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്ന് നിശ്ചയമില്ല. എന്നാൽ രഞ്ജിത പെൺകുട്ടിയായതുകൊണ്ട് അതിൻ്റെ സംരക്ഷണം ഉണ്ടാവും. എന്തായാലും രാഹുലിനെ അനുകൂലിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നിശബ്ദരാക്കുക എന്ന പോലീസിന്റെ തന്ത്രമാണ് അവരിപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫെനി നൈനാനിൽ അവർക്ക് വീഴ്ച പറ്റി. ഫെനിക്കെതിരെയുള്ള കള്ളക്കേസിൽ ഹൈക്കോടതി കൈവച്ചതോടെ പോലീസിന് ഇനി ജാഗ്രതയോടെ മുമ്പോട്ട് പോവേണ്ടി വരും.